നമസ്കാരം. പ്രിയ മാതാപിതാക്കളെ, കുട്ടികളെ, ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീർന്നതിന് ശേഷം വേക്കൻസി വരുന്ന NIT+ സിസ്റ്റത്തിൽ, അതായത് NITs, IIITs, IIEST, SPIs, അതർ GFTIs എന്നിവിടങ്ങളിലെ സീറ്റുകളിലേക്ക് സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡ് അലോട്ട്മെൻ്റ് ഉണ്ട്. അതാണ് CSAB സ്പെഷ്യൽ റൗണ്ട്സ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. CSAB സൂപ്പർ ന്യൂമറി റൗണ്ടും CSAB NEUT റൗണ്ടും നമുക്ക് ബാധകമല്ല. CSAB വഴി IITയിൽ വേക്കൻസി സീറ്റ് ഫില്ലിംഗ് ഇല്ല. CSAB 2024 സ്പെഷ്യൽ റൗണ്ട് ഇൻഫർമേഷൻ ബ്രോഷർ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത് എല്ലാവരും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. NIT സൂറത്കല്ലാണ് ഈ വർഷത്തെ ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കഴിഞ്ഞ വർഷം ജോസ കഴിഞ്ഞ് NIT+ സിസ്റ്റത്തിൽ 11,000-ൽ പരം വേക്കൻറ്റ് സീറ്റുകൾ വന്നു. അത് CSAB സ്പെഷ്യൽ റൗണ്ട് വഴിയാണ് ഫില്ല് ചെയ്തത്. ഈ വർഷത്തെ വേക്കൻറ്റ് സീറ്റുകൾ എത്രയെന്ന് ജോസ കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വേക്കൻറ്റ് സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. NITs, IIEST, IIITs, SPIs, അതർ GFTIs ഉൾപ്പെടെ 98 സ്ഥാപനങ്ങളിലെ വേക്കൻസി സീറ്റുകളിലേക്കാണ് CSAB സ്പെഷ്യൽ റൗണ്ട് വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ജൂലൈ 29-ന് വേക്കൻസീസ് ഡിസ്പ്ലേ ചെയ്യും. വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ടെൻറ്റേറ്റീവ് ആണ്. സീറ്റ് അലൊക്കേഷനിൽ ഉണ്ടാകുന്ന പുതിയ വേക്കൻസി അനുസരിച്ച് സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകാം. അതുകൊണ്ട് വേക്കൻസി ലിസ്റ്റിൽ ഇല്ലാത്ത താൽപ്പര്യമുള്ള ചോയ്സും ഓപ്ഷൻ ഫില്ലിങ്ങിൽ കൊടുക്കാവുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റൂൾസ് അനുസരിച്ചുള്ള എല്ലാ റിസർവേഷൻസും CSABയിലും ഉണ്ട്. CSAB 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ജോസയിൽ നിന്നുള്ള വ്യത്യാസം അതിൽ നൽകിയിരിക്കുന്ന എല്ലാ റാങ്കുകളും ഓൾ ഇന്ത്യ CRL കോമൺ റാങ്ക് ലിസ്റ്റ് റാങ്കാണ്. അതായത് OBC, NCL, EWS, SC, ST മുതലായ എല്ലാ കാറ്റഗറിക്കും അവിടെ നൽകിയിരിക്കുന്നത് അവരുടെ കാറ്റഗറി റാങ്ക് അല്ല, മറിച്ച് ഓൾ ഇന്ത്യ CRL റാങ്കാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. CSAB സ്പെഷ്യൽ റൗണ്ട് വഴി 2 അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ജോസ പോലെ തന്നെയാണ് CSAB അഡ്മിഷൻ പ്രൊസീജിയറും. പക്ഷേ ജോസയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. CSABക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ്, ലോഗിൻ ID, പാസ്വേഡ് മുതലായവ ആർക്കും ഷെയർ ചെയ്യരുത്. ജോസയിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിശ്ചിത സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് OBC, NCL, ജനറൽ, EWS, SC, ST മുതലായ കാറ്റഗറികൾ ജനറലിലേക്ക് ചേഞ്ച് ചെയ്ത് പോയവർ അവരുടെ രജിസ്ട്രേഷൻ ചെയ്ത കാറ്റഗറി പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള ഡോക്യുമെൻ്റ് നിലവിൽ കയ്യിലുണ്ടെങ്കിൽ അതിനുള്ള അവസരം CSABയിൽ ഉണ്ട്. കൂടാതെ സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി, നാഷണാലിറ്റി, ജെൻഡർ മുതലായവ അപ്ഡേറ്റ് ചെയ്യാനും CSABയിൽ അവസരം ഉണ്ട്. എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ CSAB സ്പെഷ്യൽ റൗണ്ട്സ്. JEE മെയിൻ 2024 വഴി ജോസയിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിളായ എല്ലാവർക്കും CSAB 2024 സ്പെഷ്യൽ റൗണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് ജോസ 2024 രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്കും രജിസ്റ്റർ ചെയ്തിട്ട് സീറ്റ് ലഭിക്കാത്ത കുട്ടികൾക്കും സീറ്റ് ലഭിച്ചിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടയ്ക്കാത്തതുകൊണ്ട് അഡ്മിഷൻ ക്യാൻസൽ ആയവർക്കും ജോസ വഴി ലഭിച്ച അലോട്ടഡ് സീറ്റിൽ നിന്ന് വിഡ്രോൺ ആയവർക്കും ജോസയിൽ നിന്ന് എക്സിറ്റ് ഓപ്ഷൻ ചെയ്ത കുട്ടികൾക്കും CSAB സ്പെഷ്യൽ റൗണ്ട്സിൽ പങ്കെടുക്കാം. അതുപോലെ ജോസയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, IITയിൽ ഒരു സീറ്റ് അലോട്ടായി. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ സീറ്റ് ക്യാൻസൽ ആയവർക്കും അലോട്ടഡ് സീറ്റിൽ നിന്ന് വിഡ്രോൺ ആയവർക്കും IITയിൽ അഡ്മിഷൻ എടുത്തവർക്കും വേണമെങ്കിൽ CSAB സ്പെഷ്യൽ റൗണ്ട്സിൽ പങ്കെടുക്കാം. അതുപോലെ ജോസയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സീറ്റ് ലഭിച്ചു, പക്ഷേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ സീറ്റ് ക്യാൻസലായി. അതിനുശേഷം അപ്ഡേറ്റഡ് ക്രെഡൻഷ്യൽസ് വെച്ച് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തവർക്കും CSAB സ്പെഷ്യൽ റൗണ്ട്സിൽ പങ്കെടുക്കാം. ജോസ വഴി NIT+ സിസ്റ്റത്തിൽ സീറ്റ് ലഭിച്ചു, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചു, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി. പക്ഷേ അതിനുശേഷം പാർഷ്യൽ അഡ്മിഷൻ ഫീ അടയ്ക്കാത്തതുകൊണ്ട് അഡ്മിഷൻ ക്യാൻസൽ ആയവർക്കും CSAB സ്പെഷ്യൽ റൗണ്ട്സിൽ പങ്കെടുക്കാം. ജോസയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, NIT+ സിസ്റ്റത്തിൽ അഡ്മിഷൻ നേടി, സീറ്റ് അക്സെപ്റ്റൻസ് ഫീയും പാർഷ്യൽ അഡ്മിഷൻ ഫീയും അടച്ച് ജോസയിൽ സീറ്റ് സെക്യൂർ ആക്കിയവർക്കും CSABയിൽ പങ്കെടുക്കാം. ഇവർക്ക് CSAB സ്പെഷ്യൽ റൗണ്ട്സ് വഴി
ഒരു സീറ്റ് ലഭിച്ചാൽ നിലവിൽ ജോസ വഴി ലഭിച്ച സീറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആകുന്നതാണ്. അവർക്ക് നേരത്തെ അലോട്ടഡായ സീറ്റിൽ യാതൊരു ക്ലെയിമും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള കുട്ടികൾ CSAB സ്പെഷ്യൽ റൂൾസ് അനക്ഷർ 1-ൽ കൊടുത്തിരിക്കുന്ന എഗ്രിമെൻറ്റ് ഫോം കാൻഡിഡേറ്റ് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് CSABയിൽ പങ്കെടുക്കേണ്ടത്. ഇവർക്ക് CSAB സ്പെഷ്യൽ റൗണ്ട്സ് വഴി ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ജോസയിൽ കിട്ടിയ സീറ്റ് അതേപടി നിലനിൽക്കും. ജോസ വഴി ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾ അവിടെ ലഭിച്ചതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് മാത്രമേ CSABയിൽ കൊടുക്കാവൂ. അതായത് CSAB ലാസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജോസയിൽ അലോട്ട് ചെയ്ത് കിട്ടിയ സീറ്റ് ആണ് എന്ന് വിചാരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. ദാസ 2024 വഴി അഡ്മിഷൻ ലഭിച്ചവർക്ക് CSAB സ്പെഷ്യൽ റൗണ്ട്സിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പങ്കെടുക്കണമെങ്കിൽ ദാസ വഴി ലഭിച്ച സീറ്റ് സറണ്ടർ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷന് ശേഷം എല്ലാവരും SREF സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓർ SBI ഈ ചെല്ലാൻ ഉപയോഗിച്ച് പേ ചെയ്യുക. CSAB സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ ജനറൽ EWS OBC NCL ₹45,000, SC ST PWD കാൻഡിഡേറ്റ്സ് ₹25,000. ഇതിൽ IAF 1 ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ 1ഉം നോൺ റീഫണ്ടബിൾ SRPF സ്പെഷ്യൽ റൗണ്ട് പ്രോസസ്സിംഗ് ഫീ 5,000ഉം ഉൾപ്പെടുന്നു. ജോസ 2024 വഴി സീറ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് SAF സീറ്റ് അക്സെപ്റ്റൻസ് ഫീ അടച്ചവർ ജോസ പ്രോസസ്സിംഗ് ഫീ ഒഴികെയുള്ള ബാക്കി എമൗണ്ട് CSAB സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ബാലൻസ് എമൗണ്ടാണ് CSAB സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ ആയി രജിസ്ട്രേഷൻ സമയത്ത് അടയ്ക്കേണ്ടത്. സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെൻറ്റ് ഫീ അടയ്ക്കുന്ന സമയത്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ, അക്കൗണ്ട് നമ്പർ, IFSC, നെയിം ഓഫ് ബാങ്ക് എന്നിവ നൽകേണ്ടതാണ്. റീഫണ്ട് വന്നാൽ അതിനുവേണ്ടിയാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഫീ പേയ്മെൻറ്റിന് ശേഷം എല്ലാവരും ഫ്രഷായി ചോയ്സ് ഫില്ലിംഗ് നടത്തുക. ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ ജോസയിൽ കൊടുത്ത ചോയ്സ് എല്ലാം അസാധുവായി മാറും. CSABക്ക് വേണ്ടി പുതിയ സെറ്റ് ചോയ്സ് കൊടുക്കുക. കിട്ടിയാൽ ജോയിൻ ചെയ്യും എന്നുള്ള ഓപ്ഷൻസ് മാത്രം കൊടുക്കുക. ചോയ്സ് ഫില്ലിങ്ങിൻ്റെ അവസാന ദിവസം ഓപ്ഷൻസ് ലോക്ക് ചെയ്യാം. ഓപ്ഷൻസ് ലോക്ക് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് സേവ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ലോക്ക്ഡ് ആവും. ഓപ്ഷൻസ് കൊടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു വയ്ക്കുക. സീറ്റ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് JMain 2024 CRL റാങ്ക് വെച്ചാണ്. സീറ്റ് അലോട്ടഡ് ആയാൽ 5 വില്ലിങ്നെസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് കൊടുക്കുക. ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട്, സറണ്ടർ, വിഡ്രോ. ഇതിൽ ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട് ജോസയിലെ പോലെ തന്നെയാണ്. ഫ്രീസ് കിട്ടിയ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും മതി, യാതൊരു ചേഞ്ചും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഫ്രീസ് കൊടുക്കുക. സ്ലൈഡ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചേഞ്ച് വേണ്ട, കോഴ്സിന് ചേഞ്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ലൈഡ് കൊടുക്കുക. ഫ്ലോട്ട് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കോഴ്സിനും ചേഞ്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. സറണ്ടർ CSAB സ്പെഷ്യൽ റൗണ്ട് 1-ൽ കിട്ടിയ അലോട്ടഡ് സീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ റൗണ്ട് 2-ൽ പങ്കെടുക്കുക. ജോസ വഴി CSAB റൗണ്ട് 1 വഴി കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവും. റൗണ്ട് 2-ൽ സറണ്ടർ സീറ്റിന് മുകളിലുള്ള ചോയ്സെ പരിഗണിക്കൂ. വിഡ്രോ CSAB റൗണ്ട് 1-ൽ കിട്ടിയ സീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് CSAB കൗൺസിലിംഗിൽ നിന്ന് പുറത്തു പോവുകയാണ്. റൗണ്ട് 2-ൽ പരിഗണിക്കില്ല. അതേപോലെ തന്നെ ജോസ വഴി CSAB റൗണ്ട് 1 വഴി കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവും. അടുത്ത പ്രൊസീജിയർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. ജോസയിൽ ചെയ്തതുപോലെ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ജോസ 2024 വഴി NIT+ സിസ്റ്റത്തിന് വേണ്ടി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഓൾറെഡി നടത്തുകയും അതിനുശേഷം അവരുടെ ക്രെഡൻഷ്യൽസ് ഒന്നും CSAB സ്പെഷ്യൽ റൗണ്ടിൽ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതിനുശേഷം IAF 2 ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ 2 നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഓർ SBI ഈ ചെല്ലാൻ ഉപയോഗിച്ച് നടത്തുക. ജനറൽ EWS OBC NCL കാൻഡിഡേറ്റ് ₹35,000, SC ST PWD കാൻഡിഡേറ്റ്സ് ₹12,500. ഓൾറെഡി ജോസയിൽ പങ്കെടുത്ത് PAF പാർഷ്യൽ അഡ്മിഷൻ ഫീ അടച്ചവർക്ക് IAF 2 ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ 2 അടയ്ക്കേണ്ടതില്ല. CSAB സ്പെഷ്യൽ റൗണ്ട് 2 ഉണ്ട്. സ്പെഷ്യൽ റൗണ്ട് 2 വഴിയാണ് ആദ്യമായി സീറ്റ് ലഭിക്കുന്നതെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ്, പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ ഫീ 2,
ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ പ്രൊസീജിയേഴ്സും ഉണ്ട്. അതിനുശേഷം ഫിസിക്കൽ റിപ്പോർട്ടിംഗ്. CSAB സ്പെഷ്യൽ റൗണ്ട്സ് ഇൻഫർമേഷൻ ബ്രോഷറിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ NIT+ സിസ്റ്റത്തിൽ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് നടത്തുക. ബാലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീ റെസ്പെക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയ്ക്കുക. ഇതുവരെ പറഞ്ഞ CSAB സ്പെഷ്യൽ റൗണ്ട്സ് കൗൺസിലിംഗ് പ്രോസസ് ചുരുക്കത്തിൽ: 1. ഓൺലൈൻ രജിസ്ട്രേഷൻ. 2. പേയ്മെന്റ് ഓഫ് SREF സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെന്റ് ഫീ IAF1 പ്ലസ് SRPF. 3. ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ്. 4. സ്പെഷ്യൽ റൗണ്ട് 1. അതിൽ A. സീറ്റ് അലോട്ട്മെന്റ്. B. ചൂസ് വില്ലിംഗ്നെസ് ഓപ്ഷൻ. C. ഡോക്യുമെന്റ് അപ്ലോഡിംഗ്. D. പേയ്മെന്റ് ഓഫ് IAF2. E. ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. 5. സ്പെഷ്യൽ റൗണ്ട് 2. അതിൽ A. സീറ്റ് അലോട്ട്മെന്റ്. B. ഡോക്യുമെന്റ് അപ്ലോഡിംഗ്. C. പേയ്മെന്റ് ഓഫ് IAF2. D. ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. 6. ഫിസിക്കൽ റിപ്പോർട്ടിംഗ് അറ്റ് ദ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി CSAB 2024 സ്പെഷ്യൽ റൗണ്ട് ഷെഡ്യൂളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം രജിസ്ട്രേഷൻ, പിന്നെ റൗണ്ട് 1, റൗണ്ട് 2, അതിനുശേഷം ഫിസിക്കൽ റിപ്പോർട്ടിംഗ്. രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂലൈ 31-നാണ്. എല്ലാ പ്രോസസ്സിൻ്റെയും ഡേറ്റ് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്യുക. CSAB സ്പെഷ്യൽ റൗണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.